അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനപ്പെട്ട തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു ഒരു ദ്വീപിൽ ഒരു പെട്രി. അവിടെയാണ് ഒരു വലിയ ഭീമാകാരമായ ഒരു ജീവിയെ കണ്ട്. ആ ജീവിയാണ് ചൊല്ലത്, നിങ്ങൾ എന്താക്കൊരു ഇവിടെ മുട്ട ഒരു ഗുഹ ഉണ്ട്, ആ ഗുഹയിൽ മുട്ട പോകണം, ഒരാൾ നിങ്ങളെ കാത്തോണ്ടുണ്ടാണ് ചൊല്ലത്. അങ്ങനെ ബഹുമാനപ്പെട്ട തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു ആ ഒരു ഗുഹയിലേക്ക് പോകുമ്പോഴാണ് ഒരു ഭീകരമായ ഒരു ആളിനെ കണ്ടത്. ആ ആള് ഒരുപാട് ചോദ്യങ്ങളാണ് ആരുടെ കേൾക്കറ്, ബഹുമാനപ്പെട്ട തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു കേൾക്കറ്. അങ്ങനെ അവസാനമായിട്ട് ആ ഒരു മനുഷ്യനെ കേൾക്കുന്നത് ഭീമാകാരമായിട്ടുള്ള ഇങ്ങനത്തെ ഒരു മനുഷ്യനാണ് കേൾക്കുന്നത് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചിട്ടായിട്ട്. അപ്പോൾ ആരാണ് ആ ഒരു ആള്, എങ്ങനെയാണ് ബഹുമാനപ്പെട്ട തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു ആ ഒരു ദ്വീപിൽ വന്നു കൂടിയത്, പിന്നീട് എന്താണ് സംഭവിച്ചത്, ഈ ഒരു ചരിത്രമായിട്ട് ഉണ്ട് ഞങ്ങൾ എന്താക്കരുത് നോക്കപ്പോണ്ടത്. ഒരു നാൾ ബഹുമാനപ്പെട്ട ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ എല്ലാ ആൾക്കാരും യോടേക്ക് വിളിക്കരുത്, മദീനത്തെ പള്ളികാണ് വിളിക്കരുത്. അതായത് ഒരു നിസ്കാരം കഴിഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ എല്ലാവരും ആൾക്കാർ ഒന്നും കൂടി ഇവിടെ പള്ളിക്ക് വിളിക്കുക. ആൾക്കാർ എന്താ പറയുക, പേടിച്ച് പോകണ്ട. കാരണം ഇങ്ങനെ പെട്ടെന്നുള്ളൊരു ബിലി ചൊല്ലത് എന്തെങ്കിലും ഒരു യുദ്ധത്തുക്ക് ഉപയനായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപകടം ഉണ്ടെങ്കിൽ മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ വിളിക്കൽ. പക്ഷേ ഇതൊരു അപ്രതീക്ഷിതമായിട്ട് ഒരു ബിലിയായിട്ട് ഇന്ന് അങ്ങനെ എല്ലാ ആൾക്കാരും, എല്ലാ സ്വഹാബിയായ ആൾക്കാരും മദീന പള്ളിയിൽ ഒത്തുകൂടുന്ന സന്ദർഭത്തിൽ ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങയോടുണ്ടോ മിമ്പറിൽ ഇങ്ങനെ ദച്ചിട്ടാണ് ഉള്ളത്. അങ്ങനെ മിമ്പറിൽ ദച്ചിട്ടിക്കുന്ന സന്ദർഭത്തിൽ കയ്യിലൊരു ബടിയുമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഉള്ളത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ വലിയൊരു പ്രശ്നമായിട്ടാണ് ഉള്ളത്. എന്നൊരു സാധാരണ ചിരിച്ചിട്ടാണ് ഇങ്ങനെ ഉള്ളത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ സ്വഹാബിങ്ങളെ വിളിച്ചുള്ളൂ, നിങ്ങളെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, വെറുതെ വലിയ അപകടം ഉണ്ടായിട്ടൊന്നും വിളിച്ചതല്ല. നന്റെ കാണുകയായിട്ട് ഒരാൾ ഫലസ്തീനിൽ നിന്നിട്ട് ഒരാൾ വന്നത് തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു, തമീം എന്നിട്ടാണ് പേര്. ഇയാളിപ്പോൾ എന്താണ് മുസ്ലിമായത്. അപ്പോൾ മൂപ്പർ ആദ്യമായിട്ട് ക്രിസ്ത്യാനായിട്ടാണ് ഉള്ളത്, ഇപ്പോൾ വന്നിട്ട് എന്തായാലും മുസ്ലിമായിട്ട് മൂപ്പർക്ക് ഒരു വലിയൊരു കാര്യം എന്താ ഉണ്ടോ നിങ്ങളിട്ടേക്ക് ചൊല്ലുകൊണ്ട്. അതായത് നാണ് നിങ്ങളിട്ടേക്ക് ഒരുപാട് കാര്യം ചൊന്നിട്ട് ഇന്ന് കിയാമത്താലും കാര്യങ്ങൾ ചൊന്നു ഇന്ന്. അപ്പോൾ അത് ആ ഒരു കാര്യം സംബന്ധിച്ചിട്ട് ഒരാൾ നിങ്ങളിട്ടേക്ക് എന്താക്കൊണ്ടു ഈ ബന്ന തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു ഒരു വിഷയം ചൊല്ലുകൊണ്ട്. അങ്ങനെ ബഹുമാനപ്പെട്ട തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു ആ ഒരു തമീമുദ്ദാരി റളിയല്ലാഹു അൻഹുവിൻ്റെ സ്റ്റോറി എന്താക്കും ചൊല്ലുക തുടങ്ങും. അങ്ങനെ ബഹുമാനപ്പെട്ട തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു ചൊല്ലത്, ഫലസ്തീനിൽ ഒരു വലിയൊരു വ്യാപാരിയായിട്ട് ഇന്ന ഒരു ആളാണ് ബഹുമാനപ്പെട്ട തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു. ഈ തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു ഒരു ക്രിസ്ത്യൻ കുടുംബത്തിലാണ് ജനിച്ചത്. വെറും ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചത് മാത്രമല്ല, ക്രിസ്ത്യാനിറ്റി ആയിട്ട് നല്ലോണം പഠിച്ചിട്ടും അതേപോലെ ക്രിസ്ത്യാനിലുള്ള പണ്ഡിതന്മാരായിട്ട് ചർച്ച നടത്തുന്ന ഒരാളും കൂടിയാണ് ബഹുമാനപ്പെട്ട തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു. ഇപ്പോൾ ബഹുമാനപ്പെട്ട തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു എന്താണ് ഒരു ക്രിസ്ത്യനായിട്ടാണ് ഇക്കുന്നത്. ഈ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു ഈ യാത്ര പോകേണ്ട സന്ദർഭത്തിൽ, അതായത് മൂപ്പർ അധികമായിട്ട് ഈ വ്യാപാര അർത്ഥമായിട്ട് യാത്ര പോകുമ്പോൾ കപ്പലിലാണ് അധികമായിട്ട് അവിടുത്തെ യാത്ര പോകേണ്ടത്. ഈ യാത്ര പോകേണ്ട സന്ദർഭത്തിൽ ഒരുപാട് ആൾക്കാരെ കാണ്ടതും അങ്ങലുമായിട്ട് ചർച്ച ആക്കറേ, അതിൽ പിന്നെ വന്നിട്ട് അതിനെ കുറിച്ചിട്ട് റായത്തിൽ വന്നിട്ട് ചർച്ച ആക്കറേ, ഇങ്ങനെ ആക്കി എന്നെങ്കിലത്തെ ഒരാളാണ് ബഹുമാനപ്പെട്ട തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു. അങ്ങനെ ഒരു നാൾ ബഹുമാനപ്പെട്ട തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു ഒരു കപ്പൽ യാത്ര പോകേണ്ട സന്ദർഭത്തിലാണ് ഒരുപാട് മക്കക്കാരായ ഇല്ല മദീനക്കാരായ ഒരുപാട് അറബികൾ എന്താക്കുക കണ്ടത്. അങ്ങനെ അറബികളായിട്ട് ഇങ്ങനെ മുണ്ട സന്ദർഭത്തിലാണ് തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു എന്താക്കരുത് ബഹുമാനപ്പെട്ട ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചിട്ട് വിഷയം കിട്ടരുത്. അങ്ങനെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചിട്ട് അറിഞ്ഞ സന്ദർഭത്തിൽ തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു റായത്തുക്ക് വന്നിട്ട് ഫലസ്തീനിലുള്ള ഇങ്ങനത്തെ ക്രിസ്ത്യനായ ആൾക്കാരായിട്ട് ഏതെങ്കിലും അവിടെയുള്ള പണ്ഡിതന്മാരായിട്ട് ഇങ്ങനെ ചർച്ചയാക്കുക. അങ്ങനെ ചർച്ചയ്ക്ക് സന്ദർഭത്തിൽ ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സത്യമായ ഒരാളാണ്, ഒരു പരിശുദ്ധമായ ദീനായിട്ട് വന്ന ആളുണ്ട് ഗൊന്തായ സന്ദർഭത്തിൽ ലഹാം അതേപോലെ ജുദാം ചൊല്ലി 2 ഗോത്രത്തിൽപ്പെട്ട ആൾക്കാർ ഒരു 30 ആൾക്കാരുമായിട്ട് ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുകയായിട്ട് ഇല്ലെങ്കിൽ പരിശുദ്ധമായ ഇസ്ലാം സ്വീകരിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് കപ്പലിലൂടെ യാത്ര പണ്ട് മദീനത്തേക്ക് യാത്ര പണ്ട സന്ദർഭമാണ്. അങ്ങനെ മദീനത്തേക്ക് യാത്ര പണ്ട സന്ദർഭത്തിൽ ഈ കടലിലാണ്, അതായത് കപ്പലിലാണ് പണ്ടതല്ല, അതായത് പായക്കപ്പലാണ്. ഈ പായക്കപ്പൽ പണ്ട സന്ദർഭത്തിൽ പെട്ടെന്ന് എന്തോടും കടൽ ക്ഷുഭിതമാണ്, അതായത് കടൽ വലിയ വലിയ തിരമാല വന്നിട്ട് ഈ ഒരു കപ്പൽ എന്തോടും ഒരു അപകടത്തേക്ക് എത്രയെങ്കിൽ ഒരു സാഹചര്യം
പറയുന്നുണ്ട്. അങ്ങനെ ഈ ഒരു കപ്പൽ രക്ഷ കിട്ടുകബേനായിട്ട്, ഇല്ലെങ്കിൽ ഈ ഒരു കടലിൽ നിന്നിട്ടുള്ള ഒരു രക്ഷ കിട്ടുകബേനായിട്ട്, ഈ വലിയ വലിയ തിരമാല ബണ്ടെതിരുള്ള ഒരു രക്ഷ കിട്ടുകബേനായിട്ട് എന്തായി പോയിട്ട് എന്താകും ഒരു ദ്വീപ് കാണും എത്തുന്നത്, ഒരു ദ്വീപത്ത് എത്തുറാറ്. അങ്ങനെ ദ്വീപ് എത്തിയ സന്ദർഭത്തിൽ ദ്വീപിൽ ഇഞ്ഞിട്ട് നോക്കുന്ന സന്ദർഭത്തിൽ തെല്ല് നടക്കുമ്പോൾ ഒരു വലിയൊരു ജീവിയാണ് കണ്ടത്. വലിയ ജീവിയാണ്. ഈ ജീവിച്ചുള്ള ഒരു കറുത്ത ജീവിയായിട്ടിക്കർ ഈ ഒരു ജീവിച്ചുള്ളത്. ഈ ഇതിരെ എതിർ ഭാഗം ഏത് ബാക്ക് ഭാഗം ഏതുണ്ട് എന്താവില്ല മനുഷ്യന്മാർ കണ്ടെങ്കിൽ ಗೊತ್ತಾಗಲ್ಲ. കാരണം അത്രക്കും ആ ഒരു ജീവിയുടെ മുൾക എന്തായിട്ട് മുടി കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. അതായതും അതിൽ ബാക്ക് ഏത് ഫ്രണ്ട് ഏതുകൊണ്ട് ಗೊತ್ತಾಗಲ್ಲ. അത്രക്കും വലിയൊരു മുടി കൊണ്ട് നിറഞ്ഞെങ്കിത്തെ ഒരു കറുത്ത് ഒരു ജീവിയായിട്ടുണ്ട് ആ ഒരു ജീവി. അങ്ങനെ ഈ ആൾക്കാർ പോയിട്ട്, അതായത് തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു അതേപോലെ ഈ 30 ആൾക്കാരാണ് ഉള്ളത്. അങ്ങനെ പോയിട്ട് ഈ ഒരു മൃഗത്തിട്ട് കേൾക്കുന്നത് നീന ആറുണ്ട്. അപ്പോഴാണ് ആ ഒരു മൃഗം എന്താക്കരുത് മുണ്ടരുത്. ಅದಕ್ಕೆ ಆ ಮೃಗ ಚೊಲ್ಲು ನಾನಾണ് എന്തൊരു എൻ്റെ പേരാണ് ജസ്സാസ് ഉണ്ടാണ് ചൊല്ലിയത്. അപ്പോൾ ബഹുമാനപ്പെട്ട തമീമുദ്ദാരി റളിയല്ലാഹു അൻഹുട്ടിಗೆ ആ ഒരു മൃഗ ഇല്ലെങ്കിൽ ആ ജസ്സാസ് ചൊല്ലു, നിങ്ങൾ കാർത്തോണ്ടു ഇല്ല നിങ്ങൾ വെയിറ്റ് ആക്കിയുണ്ട് ഒരാൾ എവിടെയുണ്ട് ഈ ഒരു ഗുഹേർ ഇದ್ರ മുട്ട ഒരു ഗുഹയുണ്ട്, അവിടെ ഒരാൾ നിങ്ങൾ വെയിറ്റ് ആക്കിക്കൊണ്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എന്താക്കുക അതിന് മുട്ട പോകണോണ്ട് ഒരു കൽപ്പനയാണ് അത് ചൊല്ലിയത്. അപ്പോൾ ബഹുമാനപ്പെട്ട തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു എന്താക്കറ് പേടിക്കറ്. അതായത് ഈ ഒരു ജീവിച്ചുള്ളത് ഒരു ജിന്നാണ്, അതായത് ഒരു പെണ്ണ് ഷെയ്ത്താനായിട്ടാണ് ആര് വിചാരിച്ചത്, ബഹുമാനപ്പെട്ട തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു വിചാരിച്ചത്. ഈ ഒരു വിഷയം ആരുടെ ചൊല്ലേ, ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും ആ ഒരു സദസ്യത്തെയും വിഷയമാണ് ഇപ്പോൾ ചൊന്നുകൊണ്ടുള്ളത്. അങ്ങനെ തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു ആ ഒരു ഗോയുടെ മുട്ട പോയ സന്ദർഭത്തിൽ ഒരു ഭീമാകാരമായ ഒരാളാണ് കണ്ടത്. അവನು ആ മനുഷ്യന് അവൻ്റെ കൈ എന്താക്കിയിട്ടുണ്ട്, ബാക്ക് സംക്കലിൽ കെട്ടിയിട്ടുണ്ട്, കൈയും കാലും എല്ലാം എന്താക്കിയിട്ടുണ്ട് കെട്ടിയിട്ട് ഇങ്ങനെ ഉള്ള ഒരു ഭീകരമായ ഒരു ഭീകര ആളായിട്ടാണ് ആ ഒരു മനുഷ്യർ കണ്ടത്, ബഹുമാനപ്പെട്ട തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു കണ്ടത്. അങ്ങനെ ബഹുമാനപ്പെട്ട തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു ആ ഒരു ജീവിട്ടിൽ ആ ഒരു മനുഷ്യരുടെ കേൾക്കറ് 6 നീന്നിട്ടാണ് കേൾക്കുന്നത്. അപ്പോൾ ആ ഒരു മനുഷ്യ ചൊല്ലും, നാണ് ആറിട്ട് നിങ്ങളുടെ എന്നാണ് എന്താക്കുക പിന്നെ ചൊല്ലുക, പക്ഷെ നിങ്ങൾ ആറിട്ട് നിങ്ങൾ എന്താക്കുക ഫസ്റ്റ് ആയിട്ട് ചൊല്ലോറു ചൊല്ലും. അപ്പോൾ ബഹുമാനപ്പെട്ട തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു ചൊല്ലും, ഞങ്ങിങ്ങനെ ഒരു യാത്ര വന്നതാണ്, ബാത്രപുറം ഇങ്ങനെ കടലോര പ്രക്ഷുബ്ധമായിട്ട് ഈ ഒരു ജാഗ ഇങ്ങനെ എത്തിയതാണ്, ഞങ്ങൾ മദീനത്ത് ഇങ്ങനെ ഒരു അറബി ആയിട്ടാണ് ഇല്ലെങ്കിൽ മദീനത്ത് ഇങ്ങനെ പോണ്ടതുണ്ടാണ് ചൊല്ലുന്നത്. അപ്പോഴാണ് ആ ഒരു മനുഷ്യൻ എന്താക്കുക ബഹുമാനപ്പെട്ട തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു ചില ചോദ്യങ്ങൾ എന്താക്കുക ഒരു ക്വസ്റ്റ്യൻ എന്താക്കുക കേൾക്കുക. അതുമായിട്ട് ആ ഒരു മനുഷ്യൻ കേൾക്കരുത് ഇല്ലെങ്കിൽ ആ ഒരു ആൾ കേൾക്കരുത് ബൈസാൻ ചൊല്ലെ റായത്തിലുള്ള ഒരു ഈത്തപ്പന അല്ല ഈത്ത പോലത്തെ തോട്ടത്തെ കുറിച്ചിട്ടാണ് കേൾക്കരുത്. ഈ ബൈസാനിൽ ഒരു തോട്ടം ഉണ്ടല്ലേ, അതിൽ ഇങ്ങനെ ഈത്ത ബലാൻ കാര്യമെല്ലാം ഉണ്ട്, അതൊരു ജോർദാനിലുള്ള എനിക്ക് ഒരു തോട്ടമാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു ചൊല്ലും, ആ ഒരു തോട്ടം ഉണ്ട് നല്ലതിൽ എന്തുണ്ട് എന്തായിട്ടുണ്ട് ഈ തബലം കാര്യമല്ല എന്താ ആയോണ്ടുണ്ടാണ് ആര് ചൊല്ലുക, ബഹുമാനപ്പെട്ട തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു ചൊല്ലും. അപ്പോൾ ആ ഒരു മനുഷ്യൻ ചൊല്ലുക, എന്നാൽ ആ ഒരു ഈത്തപ്പന തോട്ടത്തിൽ ആ ഒരു ഈത്തബല എന്താവും ഇനി ഇല്ലാണ്ടാവും, അതിൽ നിന്ന് ഈത്തബല ആ ഒരു മരത്തിൽ എന്താവില്ല ഈത്തബല ഉണ്ടാവലാണ്ടാണ് ചൊല്ലത്. അങ്ങനെ രണ്ടാമതായിട്ട് ഒരു ക്വസ്റ്റ്യൻ ആണ് കേൾക്കുന്നത്, തൊബരിയ ലേക്കറെ കുറിച്ചിട്ടാണ്, ഒരു തടാകമാണ്, ഒരു ചെറിയൊരു കെര പോലത്തെ ഒരു വലിയൊരു ഇതാണ്, അതായത് സീ ഓഫ് ഗലീലി ആണ്ടാണ് ചൊല്ലത്. ഇപ്പോൾ ഇവിടെ ഇസ്രായേലിൽ ആണ് ആ ഒരു ഇത് ഉള്ളത്. അപ്പോൾ ഈ ഒരു ലേക്കിൽ തന്നി ഉണ്ടാണ്ടാണ് കേൾക്കുന്നത്. അപ്പോൾ ബഹുമാനപ്പെട്ട തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു ചൊല്ലും, അവിടെ നല്ല തന്നി ഉണ്ട്, നല്ല ആൾക്കാരും ഇതെല്ലാം തന്നി കാര്യങ്ങളുണ്ട്. അപ്പോഴാണ് ആ ഒരു മനുഷ്യൻ ചൊല്ലത്, എന്നാൽ ആ ഒരു ഇതിലെന്താവും തണ്ണി ഇല്ലാതാവും, അതിൽ നിന്ന് തന്നി ഒറ്റിപ്പോവും, അതായത് തന്നി ഇല്ലാണ്ടാവും ആ ഒരു ലേക്കിലുണ്ടാണ് ചൊല്ലത്. അങ്ങനെ മൂന്നാമതായിട്ട് കേൾക്കുന്നത് സുഗാറ ചൊല്ലെങ്കിലത്തെ ഒരു ഉറവ്, അതായത് തണ്ണി വേണ്ടെങ്കിൽ ഒരു പ്ലേസ് ആണ്, ഒരു ചെറിയൊരു അതും ഒരു ലേക്ക് പോലത്തെ ഒരു ഇതിനെ ചൊല്ലാം. അപ്പോൾ അതിൽ തന്നി ഉണ്ടാണ്ടാണ് കേൾക്കുന്നത്. അപ്പോൾ ബഹുമാനപ്പെട്ട തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു ചൊല്ലും, അതിലെന്തുണ്ട് തന്നി നല്ലോണം ഉണ്ട്, ആ ഒരു തന്നി ഉപയോഗിച്ചിട്ടാണ് ആൾക്കാർ കൃഷിയും കാര്യം ആക്കരുതുണ്ടാണ് ആര് ചൊല്ലത്, ബഹുമാനം തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു ചൊല്ലും. ഈ സുഗാറ ചൊല്ലത് ഒരു തന്നി ഉറവുണ്ട് ചൊല്ലുള്ളത്, അത് തന്നി വണ്ടെങ്കിൽ ഒസർ ബണ്ടേ പ്ലേസിൽ അതാണ് ഒരു സുഗാറ ചൊല്ലത്. അങ്ങനെ ആ സന്ദർഭത്തിൽ പിന്നെയും ചൊല്ല ആ ഒരു തന്നി എന്താവും ഇല്ലാണ്ടാവും, അതിൽ നിന്ന് തന്നി ഇല്ലാണ്ട് ആൾക്കാർ കൃഷിക്കും കാര്യങ്ങളും ആ ഒരു തന്നി എന്താവില്ല ഇനി കിട്ടലുണ്ടാണ് ചൊല്ലത്. അങ്ങനെ പിന്നീട് ആ ഒരു മനുഷ്യൻ കേൾക്കുന്നത് അറേബ്യയിൽ ഒരു നിരക്ഷരനായ, അതായത് എൽതും എൽതുകും തെരിയാത്തെങ്കത്തെ ഒരു പ്രവാചകൻ ബന്നിട്ടാണ് കേൾക്കുന്നത്.
അപ്പോൾ ബഹുമാനപ്പെട്ട തമീമുദ്ദാരി റളിയല്ലാഹു അതേ ബന്നർ എന്നിട്ടാണ് ചൊല്ലത്. അപ്പോൾ ആ മനുഷ്യൻ പിന്നെയും കേൾക്കറ് അങ്ങനെട്ടിക്ക് അറബിയായ ആൾക്കാർ ആ ഒരു മനുഷ്യരെട്ടിക്ക് എന്താക്കി യുദ്ധം ആക്കിറാറാണ്ട കേൾക്കറ്. അപ്പോൾ അത് യുദ്ധം ആക്കിറാറ് എന്താണ് യുദ്ധത്തെ അവസ്ഥ പിന്നീട് സൂത്ര. അപ്പോൾ തമീമുദ്ദാരി റളിയല്ലാഹു ചൊല്ലും അങ്ങ് യുദ്ധം ആക്കിറാറ് ഈ ഒരു അനക്ഷരനായ അതായത് ഈ ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചിട്ടാണ് കേൾക്കുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തായാലും വിന്നായിട്ടാണ് ചൊല്ലത്. അതായത് ബദ്ർ നടന്ന ആ ഒരു സന്ദർഭത്തിലാണ് ഈ ഒരു സംഭവം എന്താക്കുന്നത് നടക്കുന്നത്. ബദ്ർ ഉഹുദ് യുദ്ധം നടക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ അപ്പോഴാണ് ചൊല്ലത് അങ്ങനെ യുദ്ധാക്കിറാറ് ഈ ഒരാൾക്ക് എന്ത് വിജയം കിട്ടിയിട്ടാണ് ചൊല്ലുക. അപ്പോഴാണ് ഈ ഒരു മനുഷ്യൻ ചൊല്ലത് ആ ഒരു ആളിലെ അതായത് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശ്വസിക്കരുതായിട്ടിക്കർ അങ്ങ് ഏറ്റവും നല്ലത് അയാളെ വിശ്വസിച്ചെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ടോ രക്ഷ ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് ചൊല്ലുന്നത്. അതായത് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശ്വസിച്ചെങ്കിൽ നിങ്ങൾക്ക് ഖൈറും കാര്യം ഉണ്ടാവുണ്ടാണ് ചൊല്ലുന്നത്. അപ്പോൾ പിന്നീട് ആ ഒരു മനുഷ്യൻ ചൊല്ലത് നാനാണ് ആറ് മസീഹ് ദജ്ജാൽ നാണ് ആരായിട്ടിക്കറ ദജ്ജാൽ ആയിട്ടിക്കറ നാണ് നൻ്റെ കുറേ നാൾ കഴിഞ്ഞാൽ പിന്നെ നാണെന്താവും ഈ ഒരു ജാഗയിൽ നിന്നിട്ട് നാണെന്താവും ഭൂമിയിലേക്ക് ബറും പർത്തുക്ക് ബറും ഭർത്തുക്ക് വന്നിട്ട് മക്കയും അതേപോലെ ത്വയ്ബവും വിട്ടിട്ട് ബാക്കി എല്ലാ ജാഗയ്ക്കും ഞാൻ എന്താക്കുക പോയിട്ട് ആൾക്കാരെ ഫിത്നവും കാര്യം ഞാൻ എന്താക്കുക ആക്കുവേണ്ടാണ് ചൊല്ലത്. അപ്പോൾ ബഹുമാനപ്പെട്ട ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ കയ്യിൽ എന്തിരിക്കട് ഒരു ബടിക്കട് അത് നിലത്ത് കൊടുത്ത് ചൊല്ലു ഹാദ ത്വയ്ബ ഇതായിട്ടിക്കറ ഏത് ത്വയ്ബ അതായത് മദീനത്തുക്കും അതേപോലെ മക്കത്തുക്കും എന്താവില്ല ദജ്ജാൽ ബണ്ടില്ല. അപ്പോൾ ദജ്ജാലാണ് ചൊല്ലത് ഞാൻ മദീനത്തുക്കും അതേപോലെ മക്കത്തുക്ക് ബണ്ട സന്ദർഭത്തിൽ അള്ളാഹുടെ മലക്കുകൾ എന്താവും നൻ്റെ ബാല് കൊണ്ടുവിട്ട് നൻ്റെ നേരിടും. അതായത് ഒരു സൈന്യം അവിടെ ഇക്കും അള്ളാഹുടെ മലക്ക് കൊണ്ട് അതുകൊണ്ട് നക്ക് എന്താവില്ല മദീനത്തുക്കും അതേപോലെ മക്കത്തുക്കും എന്താവില്ല ബറവ് ആവില്ല. അപ്പോഴാണ് ഹബീബ് ചൊല്ലത് ഇതാണ് ആ ഒരു ത്വയ്ബ ചൊല്ലി ഇല്ലെങ്കിൽ ഇതാണ് ഈ മദീനത്തേക്ക് എന്താവില്ല ദജ്ജാൽ ബണ്ടിലാൻ ചൊല്ലത്. അതേപോലെ ദജ്ജാൽ വന്നിട്ട് മദീനത്തെ പറത്ത് നിന്നിട്ട് ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ ഒരു മദീനം കണ്ടിട്ട് കേൾക്കും ഇതാരതാണ് ആ ഒരു ബെൽത്തെ കൊട്ടാര ആരത് വലിയൊരു അറമന ബെൽത്തെ അറമന ആരതുണ്ട് ഈ ദജ്ജാൽ എന്താവും കേൾക്കൊണ്ടാണ്. അപ്പോൾ ഇതായിട്ട് ബഹുമാനപ്പെട്ട ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു ചൊന്നത്. അതായത് ദജ്ജാൽ ബണ്ടെ കാര്യം ആണ് ദജ്ജാലാണ് ആര് കണ്ടത് ബഹുമാനപ്പെട്ട തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു കണ്ടത്. ഈ ദജ്ജാൽ ബണ്ടത് യോടർ ചൊന്നേണ്ട കണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഇറാഖും അതേപോലെ സിറിയത്തെ ഒരു ബോർഡറിൽ നിന്നിട്ടാണ് ആദ്യമായിട്ട് ആരെ കണ്ടത് ദജ്ജാൽ പർത്ത് ബണ്ടയിലും ദജ്ജാൽ ഫസ്റ്റായിട്ട് ആൾമാർ കണ്ടത് ആ ഒരു ജാഗയിൽ നിന്നിട്ടാണ്. അതായത് ഈ ഒരു ദജ്ജാൽ ഉള്ളത് ഇവിടെ ചൊന്നേണ്ട കണ്ടെങ്കിൽ ഒന്നെങ്കിൽ അറേബ്യൻ സീ അതായത് ഞങ്ങൾ അറബിക്കടലിൽ ആ ഒരു ഏതെങ്കിലും ഒരു ദ്വീപര ഭാഗത്ത് ഇല്ലാണ്ട് കണ്ടെങ്കിൽ ഡെഡ് സീ അതായത് ചാവ് കടലില്ലേ ഈ ഒരു ഏതെങ്കിലും ഒരു ഭാഗത്തിലാണ് ഈ ദജ്ജാൽ ഉള്ളതുകൊണ്ടാണ് ചൊല്ലപ്പെട്ടത്. അതേപോലെ ഈ ദജ്ജാൽ ഈ ഭൂമി ലോകത്ത് 44 എന്താവും നമ്മുടെ അധികാരം നടത്തും. അതായത് ഈ 44 ഒന്നാമത്തെ 4 ഫസ്റ്റ് 4 അതായത് 40 സുബഹിയും 40 ജാവുമാണ്. അതിൽ ഫസ്റ്റത്തെ 4 ചൊല്ലത് ഒരു വർഷത്തെ ദൈർഘ്യമാണ് ഉള്ളത്. ആ ഒരു വർഷം എത്ര ഉണ്ടാവും അത്ര ദൈർഘ്യമാണ് ഒരു നാളുള്ളത്. രണ്ടാമത്തെ 4 ചൊല്ലത് ഒരു തിങ്കളാണ്. അതേപോലെ മൂന്നാമത്തെ 4 ചൊല്ലത് ഒരു വാർത്ത ദൈർഘ്യമാണ് ഇക്കുന്നത്. പിന്നീട് സാധാ 4 പോലെയാണ് ഇക്കുന്നത്. ഈ ഒരു ദജ്ജാളുടെ കൊല്ലോട് ചൊല്ലത് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. അതായത് ഇസ്രായേലിൽ ഇപ്പോൾ ലുദ്ദു ചൊല്ലുടെ ജാഗയിൽ വെച്ചിട്ടാണ് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്താക്കുന്നത് കൊല്ലിടുക. അതായത് ഒരു യാത്ര പോകേണ്ട സന്ദർഭത്തിൽ അവിടെയാണ് ഈസാ നബി ആരെ പിടിക്കുന്നത് ദജ്ജാലെ പിടിക്കുന്നതും കൊല്ലിടുന്നതും. ഇപ്പോൾ ഇസ്രായേലിൽ ലുദ്ദു ചൊല്ലുടെ ജാഗയിലാണ് മെയിനായിട്ടുള്ള എന്തുള്ള ഒരു എയർപോർട്ട് ഉള്ളത്. അപ്പോൾ ഇത് കണക്കാക്കപ്പെട്ടത് എങ്ങനെയെന്ന് ചൊന്നുകൊണ്ട് കണ്ടെങ്കിൽ ഒരു യാത്ര പോകേണ്ടത് അതായത് ഫ്ലൈറ്റിൽ യാത്ര പോകേണ്ട ഈ ഒരു സന്ദർഭത്തിലായിരിക്കും ദജ്ജാൽ എന്താക്കരുത് ബഹുമാന ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്താക്കരുത് പിടിക്കരുത്. അപ്പോൾ ഏതായാലും ദജ്ജാൽ എന്താവും പിന്നീട് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കൈ കൊണ്ട് എന്താവും കൊല്ലപ്പെടും. അപ്പോൾ ഇതാ ബഹുമാനപ്പെട്ട തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു ഈ ഒരു ചരിത്രം കാര്യം ഇങ്ങനെ ചൊന്നിട്ടാകുമ്പോൾ അതായത് ദജ്ജാലിനെ കണ്ടൻ ചൊന്നിട്ടാകുമ്പോൾ ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലും ഞാൻ ഖിയാമത്ത് നാളും കാര്യം കുറിച്ച് ഞാൻ നിങ്ങളോട് ചൊന്നു ഇന്നല്ലേ. അപ്പോൾ ഇതായിട്ട് ആ ഒരു ദജ്ജാലും കാര്യമാണ് ചൊല്ലത്. അങ്ങനെ ബഹുമാനപ്പെട്ട തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു മദീനത്തേക്ക് പറയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരുപാട് സമ്മാനം കാര്യമുള്ള ആർക്ക് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്താക്കും കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയായിട്ട് ഒരു ദജ്ജാലിലെ കണ്ടെങ്കത്തെ ബഹുമാനപ്പെട്ട തമീമുദ്ദാരി റളിയല്ലാഹു അൻഹുവിന്റെ ചെറിയൊരു ചരിത്രം ചൊല്ലത്. ഇൻഷാ അല്ലാഹ് ബണ്ടെ നാല് പുതിയൊരു ചരിത്രമായിട്ട് നാ ബണ്ട അത്രത്തോളം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.